ഇനി ചില കണക്കുകൾ കൂടി പറയാം. കഴിഞ്ഞ 14 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 1523 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. കാട്ടാന ആക്രമണത്തിൽ മാത്രം 273 പേർക്ക് ജീവൻ നഷ്ടമായി. കടുവയുടെ ആക്രമണത്തിൽ 11 പേരും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 63 പേരും കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ 14 വർഷങ്ങൾക്കിടെ കൊല്ലപ്പെട്ടത് 1-2 പേരല്ല, പൊലിഞ്ഞത് 1000-ലധികം ജീവനുകളാണ്. നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ്. വനം വകുപ്പിന്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് 2011 മുതൽ 2025 ജനുവരി 24 വരെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 1523 പേരാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ 273 പേർക്കും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 63 പേർക്കും കടുവയുടെ ആക്രമണത്തിൽ 11 പേർക്കും ജീവൻ നഷ്ടമായി. പാമ്പുകടിയേറ്റ് 1421 പേരാണ് മരണപ്പെട്ടത്. 2018 സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായത്. 146 പേരാണ് വന്യജീവി ആക്രമണത്തിൽ 2018 മാത്രം മരണപ്പെട്ടത്. കടുവകളുടെ ആക്രമണം കൂടുതലും വയനാട്ടിലാണ്. വയനാട്ടിൽ മാത്രം 10 വർഷത്തിനിടെ 8 ജീവനുകളാണ് കടുവകൾ കൊണ്ടുപോയത്. മലയോര മേഖലകളിൽ അപകടകാരി കാട്ടാനകളാണ്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ തോതും ഉയർന്ന നിലയിലാണ്. 2021 35 പേരും 2022 27 പേരും കാട്ടാനാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടു. 2022 ശേഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. വനമേഖലകളിൽ നിരീക്ഷണം കർശനമാക്കിയതും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കിയതും ഒരു പരിധിവരെ വന്യജീവികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യജീവന് പകരമാകില്ല. അപകടമുണ്ടാകുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്ന അധികാരികൾ എപ്പോഴും ഈ ജാഗ്രത പുലർത്തണം. ഇനി ഒരു മനുഷ്യജീവൻ കൂടി വന്യജീവി ആക്രമണത്തിൽ പൊലിയാതിരിക്കട്ടെ. വിജയശങ്കർ, 24, തിരുവനന്തപുരം.